നമ്മൾ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതിന്റെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്, ഇവരുടെ ഒരു കാര്യങ്ങളാണ് നമുക്ക് ചോദിക്കുന്നത്. ഓക്കെ, നമ്മളെ ഈ പ്ലാന്റ് വെച്ചിട്ട് ഇപ്പം എങ്ങനെയുണ്ട്? അതിപ്പോ കുറച്ചായാലും ബില്ല് ഇറങ്ങിയിട്ടും മുമ്പുണ്ടായിരുന്ന ബില്ലും അത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയ്ക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന്. തീർച്ചയായിട്ടും വളരെയധികം നല്ലൊരു ഇതാണ്, പ്രോജക്റ്റാണ്. കാരണം ഞങ്ങൾക്ക് മുന്നേ 65,000-70,000 രൂപ ബില്ല് വന്നിരുന്നതാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് വരുന്നത് ഒരു 10,000-ന്റെ ഉള്ളിലായിട്ടാണ് വരുന്നത്. ഞങ്ങള് ദിവാ മസ്ജിദും മദ്രസയും കൂടിയിട്ട് ഏകദേശം ഒരു 5,000 ചില്ലാൻ രൂപയുടെ ഇലക്ട്രിസിറ്റി ബില്ല് വരാറുണ്ട്. ഇപ്പോൾ അത് നമുക്കൊരു 3,000 ചില്ലാൻ രൂപ ആയിട്ട് വരുന്നുണ്ട്. ഒന്നുകൂടി ഞങ്ങളെ എ സിയും കാര്യങ്ങളെല്ലാം ഇപ്പോൾ അടുത്ത ആഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്യും. നമുക്കത് 100% അത് നമുക്കൊരു ലാഭത്തിൽ കൂടെ തന്നെ ഞങ്ങളെ പ്രവർത്തനങ്ങൾ പോകുന്നത്. നോർമൽ വീട്ടിൽ ഒരു നോർമൽ ഇതായിട്ട് ഒരു 600-700 രൂപ വരും. നമ്മുടെ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈമിൽ വർക്ക് ചെയ്യുന്ന ഒരു എ സി ആണെങ്കിൽ പോലും ഒരു 1,500-2,000 രൂപ നമുക്ക് കറണ്ട് ബില്ല് പ്രതീക്ഷിക്കാം. നമുക്ക് കാരണം 3 ഫേസ് കണക്ഷൻ എടുത്തതുകൊണ്ട് പേരിൽ മാത്രം 210 രൂപയാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റിൽ തന്നെ നമ്മൾ ഈ കമ്പനിയെ സമീപിച്ച സമയത്ത് തന്നെ അവരുടെ ഞങ്ങൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തപ്പോൾ അവരുടെ ഭാഗത്ത് ടെക്നിക്കൽ ഭാഗങ്ങൾ സംസാരിച്ചപ്പോൾ തന്നെ നമുക്ക് ഈ കാര്യത്തിൽ ഇവർ ഇൻവോൾവ് ആണ്, ഈ കാര്യത്തിൽ ഇവർക്ക് ടെക്നിക്കൽ നോളജ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം എന്ന് വെച്ചാൽ ഞാനും ഈ ഫീൽഡിൽ ഞങ്ങളുടെ കമ്പനിയിൽ ഞങ്ങൾ സോളാർ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഞാൻ അറിയാറുമുണ്ട്. അതിനെപ്പറ്റി ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ജോലിക്കാരെ എന്നോട് പറയാറുണ്ട്. അപ്പോൾ അതിന് ബന്ധപ്പെട്ട് എനിക്ക് അറിയുന്ന കാര്യം ഞാൻ ഇദ്ദേഹം പറഞ്ഞപ്പോൾ അത് ഏറെക്കുറെ ഇയാൾ പറഞ്ഞ് 100% സത്യസന്ധത എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ എൻ്റെ സെക്രട്ടറിയോടും ഞങ്ങളെ ദിവാ മസ്ജിദിൻ്റെ പ്രസിഡന്റോടും പറഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ കൊണ്ട് നമുക്ക് വെപ്പിക്കാം, ഇദ്ദേഹം നമുക്ക് സത്യസന്ധനാണ്, ഇയാളെ കൊണ്ട് നമുക്ക് എന്ത് പ്രശ്നം ഇതിൽ വരാണ് പുള്ളി സോൾവ് ചെയ്ത് തരും എന്നുള്ള ഒറ്റ വിശ്വാസനമേലാണ് ഇദ്ദേഹത്തെ ഞങ്ങൾ ഏൽപ്പിച്ചതും. ആ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് അദ്ദേഹം നമ്മളെ ദിവാ മസ്ജിദിൽ 5 മെഗാവാട്ട് 8 കിലോ വാട്ട്സ് ഒരു പ്ലാന്റ് സ്ഥാപിക്കുകയും അതിൻ്റെ കണക്ഷൻ ഇപ്പോൾ ഈയിടെ 3 ഫേസ് കണക്ഷൻ കൊടുത്ത് അതൊരു 2 മാസത്തോളമായിട്ട് പ്രവർത്തന രഹിതമാണ്. ഇപ്പോൾ ഈ വീട്ടിലേക്കുള്ള ഉപയോഗത്തിന് ബില്ല് വരുന്നില്ല എന്നാണ് കൺസെപ്റ്റ്. സത്യം പറയുന്നത് നമ്മൾ എല്ലാ ടൈമിലും അല്ലെങ്കിൽ പോലും ചൂട് സമയത്ത് ഏകദേശം ഒരു 24 hours ലെവലിൽ നമ്മൾ എ സി ഉപയോഗിക്കുന്നുണ്ട്. കാരണം ചില വീട്ടിൽ ഇപ്പോൾ അധികം ആളുകൾ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു വീട്ടിൽ റൂമിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എ സി ഉപയോഗം ഏകദേശം നമുക്കൊരു 24 അല്ലെങ്കിൽ പോലും 2-3 മണിക്കൂർ എങ്കിൽ പോലും നമുക്ക് വരുന്ന കറണ്ട് ബില്ല് 260 രൂപക്ക് മേലേക്ക് നമുക്ക് ഇതുവരെ കയറിയിട്ടില്ല എന്നുള്ളതാണ്. അതേ തന്നെയാണ്. എങ്ങനെയാണെന്ന് നമുക്ക് കെ എസ് ഇ കിട്ടിയ ഒരു പ്രോഫിറ്റ് ഒഴിവാക്കിയാൽ പോലും നമുക്ക് മാസം കറണ്ട് ബില്ല് കറക്റ്റ് ആയിട്ട് മാറ്റി വെക്കുന്ന ഒരാളാണെങ്കിൽ 5 വർഷം കൊണ്ട് ആൾക്ക് ഇതിന്റെ ഫുൾ എമൗണ്ട് തന്നെ ആൾക്ക് തിരിച്ചു കിട്ടുന്ന കാര്യത്തിൽ എനിക്ക് വിശ്വാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇലക്ട്രിക് ബൈക്കാണ്. 5 വർഷമായിട്ടും ആ ഒരു പെട്രോളിന്റെ അറിയുന്നില്ല. ഇദ്ദേഹത്തിന്റെ പ്രവർത്തനം, ഇദ്ദേഹത്തിന്റെ ഈ പ്ലാന്റ്, ഇദ്ദേഹത്തിന്റെ പ്രൊജക്ട് എവിടെയൊക്കെ വെച്ചിട്ടുണ്ടോ അതൊക്കെ നല്ല രീതിയിലാണ് ഞങ്ങൾ അറിഞ്ഞത്. അതുകൊണ്ട് ഇനിയും ഞങ്ങളുടെ അടുത്ത പദ്ധതി നമ്മുടെ ജുമാ മസ്ജിദിൽ പദ്ധതി ഉണ്ട്, അതും കൂടി വിജയത്തിൽ കൊടുക്കാൻ ഞങ്ങളുടെ ഉദ്ദേശം. പിന്നെ പോരാത്തതെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ ഈ കമ്പനിയോട് നമുക്ക് നല്ലൊരു ബഹുമാനം തോന്നുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞ വാക്ക് പാലിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ യഥാസമയം വന്നിട്ട് നിങ്ങൾ അതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു കംപ്ലൈൻറ്റ് പറയുകയാണെങ്കിൽ പോലും അൽഹംദുലില്ലാ നിങ്ങൾ വന്നിട്ട് അതേ സമയത്ത് വന്നിട്ട് നമുക്ക് അത് ചെയ്തു തരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ 2 വർഷത്തിലിടക്ക് നമുക്ക് കെ എസ് ഇ ബിക്ക് ഒരുപാട് യൂണിറ്റ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടുക? തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ട്. ചില ആളുകൾ കിട്ടുന്നില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ട്. എന്റെ വേണമെങ്കിൽ നമ്മുടെ ഫോണിൽ അതിന്റെ ഇത് ഇരിക്കുന്നുണ്ട്. അപ്പൊ അതിനായിട്ട് നമുക്ക് ഏകദേശം ഒരു തവണ 12,000-ന്റെ അടുത്തും ഒരു തവണ 11 സംതിങ്ങും എമൗണ്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമ്മളിതിലേക്ക് എടുക്കുന്ന സമയത്ത് ഡെപ്പോസിറ്റ് ചെയ്തതിൽ അവർ ആ ഒരു GST ഒഴിവാക്കിയുള്ള 4,000 രൂപയും അവർ അതേപോലെ തിരിച്ച് നമുക്ക് തന്നിട്ടുണ്ട്. വളരെ പെട്ടെന്നായിട്ട് തന്നെ നിങ്ങൾ അത് ചെയ്തു തന്നിട്ടുണ്ട്. അതിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിനു വേണ്ടി ഞാൻ പറയുന്നതല്ല. കാരണം 100% നമ്മൾക്ക് നിങ്ങളോടുള്ള ആ ബഹുമാനം ഞാൻ നിലനിർത്തിയിട്ടുണ്ട്. കാരണം തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞതിനേക്കാൾ മുന്നേ തന്നെ സംഗതി നമുക്ക് കിട്ടി തരും കാര്യങ്ങളൊക്കെ ചെയ്ത്. പിന്നെ അതിൻ്റെ റിസൾട്ട് നമ്മൾക്ക് ഇപ്പോൾ ഇനിയിപ്പോൾ സീസണാണ്, കല്യാണത്തിൻ്റെ സീസണാണ്. ആ സമയത്ത് തന്നെ നമുക്ക് കൂടുതൽ ഇത് പറയാൻ പറ്റുള്ളൂ. ഇതുവരെ അൽഹംദുലില്ലാ നമ്മൾ വളരെ ഇതായിട്ടാണ്. താങ്ക് യു, വളരെയധികം നന്ദി ഉണ്ടെങ്കിൽ സന്തോഷം.